സൂത്ര, ഏതോ ഒരു കരടി ഈ അപ്പൂപ്പനെ അടിച്ചു വീഴ്ത്തിയെന്ന്. എതിരെ വന്നപ്പോ വഴി മാറി കൊടുക്കാത്തതിനാ. വഴി മാറി കൊടുക്കാത്തതിന് അടിയോ? അത് കൊള്ളാമല്ലോ. കൊള്ളാമെന്നോ? എന്തിനാ ചുമ്മാ തല്ലുകൊള്ളുന്നത്? തല്ലുകൊള്ളാമെന്നല്ല, ഇതിനെതിരെ പ്രതികരിക്കണമെന്ന്. അതെ, എതിരെ വരുന്നവർ തല്ലുന്നതിനെതിരെ പ്രതികരിക്കണം. എന്താ പ്രശ്നം? ഒരു കരടി ഈ അപ്പൂപ്പനെ വെറുതെ തല്ലി. ഒരു കരടിയല്ല, ഏതോ ഒരു കരടി. കൊണ്ടാണെന്ന കരടിയുടെ പേര്. ഈ പ്രശ്നത്തിനെതിരെ നമ്മൾ പ്രതികരിച്ചേ തീരൂ. അതെ, പ്രതികരിച്ചാൽ പ്രശ്നം തീരും. ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാം. അതിനെതിരെ ശബ്ദം ഉയർത്തണം. എങ്കിൽ നല്ല ശബ്ദമുള്ളവരെ മീറ്റിംഗിന് വിളിക്കാം. സുഹൃത്തുക്കളെ, കെണ്ടാങ്കരടി കാരണമില്ലാതെ തല്ലിയതിനെതിരെ പ്രതികരിക്കാനാണ് നമ്മൾ. കാരണമുണ്ട് സൂത്ര, എതിരെ വന്നതാ കാരണം. ശുശു, താൻ മിണ്ടാതിരി. നമ്മൾ ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത് ഓരോരുത്തരായി ഇവിടെ വന്ന അഭിപ്രായം പറയണം. തല്ലിയ കൊണ്ടങ്കരടിക്ക് കഴിഞ്ഞ ആഴ്ച തല്ല് കിട്ടിയിട്ടുണ്ട്, ഞാൻ കണ്ടതാ. എങ്കിൽ അതിനെതിരെ പ്രതികരിക്കണം. ആരാ തല്ലിയത്? കർമ്മറു കടുവ. ഏത്? ബബ്ബന്റെ തൊഴി കിട്ടിയ കർമ്മറുവോ? അതെ. ബബ്ബൻ തൊഴിച്ചോ? എങ്കിൽ അതിന് പ്രതികരിക്കണം. ബബ്ബനും കണക്കിന് കിട്ടി. മിനിഞ്ഞാന്ന് ഉറങ്ങുമ്പോ തേനീച്ച കുത്തി. എങ്കിൽ തേനീച്ച കുത്തിയതിനെ പ്രതികരിക്കണം. തേനീച്ചക്കൂട്ടിൽ മാങ്ങായണ്ടി എറിഞ്ഞാൽ തേനീച്ച ഇളകാതിരിക്കുമോ? അല്ല പിന്നെ. ഓഹോ, എങ്കിൽ മാങ്ങായണ്ടി എറിഞ്ഞതിനെ പ്രതികരിക്കണം. ആരാ എറിഞ്ഞത്? ഈ അപ്പൂപ്പനാ. എങ്കിൽ പ്രതികരിക്കണോ വേഗം. അമ്മോ, ഇതിനെതിരെ പ്രതികരിക്കണോ സൂത്ര?